കൊട്ടാരക്കര മുൻ MLA-യും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഐഷ പോറ്റി എന്ന CPM പ്രവർത്തക കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ഈ ഒരു അഭ്യൂഹം മുമ്പ് നിലവിലുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണെന്ന് ഞാൻ പറയില്ല. തിരുവനന്തപുരത്ത് നടന്ന തൊഴിലുറപ്പുകാരുടെ പദ്ധതി ആ ഒരു സമരത്തിലാണ് അവർ വന്നത്. അവരെ കൊണ്ടുവരുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷും പ്രതിപക്ഷ നേതാവും പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് KC വേണുഗോപാലാണ് എന്ന് തന്നെയാണ്. KC വേണുഗോപാൽ ഇന്ന് ആ സമരപന്തൽ നിറഞ്ഞു നിൽക്കുകയായി വളരെ ശക്തമായ പ്രസംഗമാണ് നടത്തിയത്. അപ്പൊ KC വേണുഗോപാലിന്റെ വലിയൊരു ഇൻപുട്ട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് UDF-ന് ഗുണകരമാവും, എന്തായാലും ദോഷമാവില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഐഷ പോറ്റിയെ വലിയ രൂപത്തിൽ ഒതുക്കാൻ CPM കൊല്ലം ജില്ലാ കമ്മിറ്റി ശ്രമിക്കുന്നു എന്ന പരാതി അവർക്ക് മുമ്പേ ഉണ്ട്. അവരൊരു വളരെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചവർ. അവരുടെ പേര് തന്നെ നമുക്ക് മനസ്സിലാവും. ഐഷ എന്ന് പേരിട്ട ഒരു അച്ഛനാണ് അവർക്കുള്ളത്. അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതിനെ തുടർന്ന് ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളക്കെതിരെ മത്സരിച്ച് ഉജ്ജ്വലമായ വിജയം നേടി. അത് കഴിഞ്ഞ് വീണ്ടും കൊട്ടാരക്കരയിൽ ജയിച്ചു. കഴിഞ്ഞ തവണ കൊട്ടാരക്കര സീറ്റ് അവർക്ക് കൊടുത്തില്ല. KN ബാലഗോപാൽ അവിടെ മത്സരിച്ചു. ഏതായാലും അവരിപ്പോൾ UDF-ന്റെ ഭാഗമായിരിക്കുന്നു, കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും ഒരു കൊട്ടാരക്കര മത്സരിക്കും എന്ന് ഒരു സാധ്യത നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഊഹാപോഹങ്ങൾ ഉണ്ട്, സാധ്യതയുണ്ട്. അവർ മത്സരിക്കുകയാണെങ്കിൽ CPM-ന് അത് കടുത്ത വെല്ലുവിളിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പൊതുവായി ഇപ്പോൾ LDF വിരുദ്ധമായ ഒരു വികാരമുണ്ട്. CPM-ൽ നിന്ന് ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാജേന്ദ്രനാണെങ്കിലും മറ്റ് ആളുകളാണെങ്കിലും അത് BJP-യിലേക്ക് പോകുന്നു, ഇപ്പൊ കോൺഗ്രസിലേക്ക് പോകുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം തന്നെ വല്ലാതെ അവരെ പേടിപ്പിച്ച മാതിരി എനിക്ക് തോന്നി. വർഗവഞ്ചകയാണ് എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയുക, അവര് പറ്റിച്ചു പോയി എന്ന് പറയുക, പാർട്ടിയാണ് ഇവരെ ആക്കിയതെന്ന് പറയുക. ഇതിൽ ഏറ്റവും തമാശ, പാർട്ടി മാറുമ്പോൾ ഈ വർഗവഞ്ചന വരികയും നേരെ മറിച്ച് KV തോമസ് ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ വർഗവഞ്ചനയില്ല, സരീൻ തെരഞ്ഞെടുപ്പിന്റെ രാവിലെ മാറിയപ്പോൾ വർഗവഞ്ചനയില്ല, അതുപോലെ ശോഭന ജോർജ് കോൺഗ്രസിൽ നിന്ന് CPM-ൽ വന്നപ്പോൾ ഇല്ല. ഞാൻ അത് പറഞ്ഞത് എല്ലാവരും പാർട്ടി വിടുമ്പോൾ അവരെ കുറ്റം പറയും, പാർട്ടി സ്വന്തം പാർട്ടിയിലേക്ക് വന്നാൽ അത് വളരെ ഗംഭീരമാണെന്ന് പറയും. ഐഷ പോറ്റിയുടെ ഒരു ഗുണം, ഐഷ പോറ്റി അഴിമതിയുള്ള നേതാവാണെന്ന് CPM-ന് പോലും പറയാൻ പറ്റില്ല. അവർക്കെതിരെ ഒരു അഴിമതി ആരോപണം ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല. അവരുടെ പാരമ്പര്യവും അവരുടെ പ്രതിച്ഛായയും വളരെ ഗുണകരമാണ് ഈ കോൺഗ്രസിന്. കാരണം അവിടെ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുമ്പോൾ തന്നെ ഇവർക്ക് അനുകൂലമായി ഇവരുടെ ഈ പ്രതിച്ഛായ അവരുടെ വലിയ ഗുണമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൊട്ടാരക്കര പോലൊരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊട്ടാരക്കര ഒരുപക്ഷെ ബാലഗോപാൽ അവിടുന്ന് മാറും എന്ന് പറയുന്നുണ്ട്. ബാലഗോപാൽ കൊല്ലത്ത് വരും എന്നൊക്കെയുള്ള ഒരു വാർത്തയുണ്ട്. അത് സംഭവിക്കുമെന്നറിയില്ല. ഏതായാലും കൊട്ടാരക്കര കടുത്ത പോരാട്ടമായിരിക്കും കൊട്ടാരക്കര ഐഷ പോറ്റി മത്സരിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണ്. കാരണം അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും കൊട്ടാരക്കര യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ പിടിച്ചു നിന്നൊരു സ്ഥലം കൊല്ലം ജില്ലയിൽ. അവിടെ ഐഷ പോറ്റിക്ക് തരംഗം ഉണ്ടാക്കാൻ കഴിയുകയും LDF വിരുദ്ധ തരംഗം അവിടെ ആഞ്ഞടിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അവരുടെ വ്യക്തിപരമായ വോട്ടുകളൊക്കെ ചേർന്നാൽ നല്ലൊരു മത്സരം ബാലഗോപാലിനെതിരെ കാഴ്ചവെക്കാൻ കഴിയും. അത് UDF-ന് ഗുണകരമാവുമെന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ.